ഹായ്, നീറ്റ് റിവിഷനിലും നീറ്റ് പ്രിപ്പറേഷൻസിലും സൈലമിൻസിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരു ബുക്കുമായിട്ടാണ് ഞാനിവിടെ ഉള്ളത്. ദാറ്റ് ഈസ് നമ്മുടെ സൈലത്തിൻ്റെ മൈൻഡ് മാപ്സ്. സോ ഇത് ക്ലാസ് 12ൻ്റെയും ക്ലാസ് 11ൻ്റെയും മൈൻഡ് മാപ്സ് ആണ്. സോ ഈ മൈൻഡ് മാപ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻസ് പോസിബിൾ ആക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റിവിഷൻസ് എങ്ങനെ പോസിബിൾ ആക്കുന്നു എന്ന് നമുക്കൊന്ന് വ്യക്തമായി നോക്കാം. സോ ഫോർ എക്സാമ്പിൾ, ഞാൻ ഫിസിക്സ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ പോവാണ്. അതായത് ഞാൻ പഠിച്ച പോയിന്റുകളും ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രീതിയിൽ എൻ്റെ മൈൻഡ് മാപ്പ് റിവിഷൻ പോസിബിൾ ആക്കാൻ പോവാണ്. ഞാൻ ചൂസ് ചെയ്യുന്ന ചാപ്റ്റർ ആറ്റംസ് ആണ്. സോ എൻ്റെ മൈൻഡ് മാപ്പ് ക്ലാസ് 12ലെ മൈൻഡ് മാപ്പ് ഓപ്പൺ ആക്കുന്നു, കണ്ടൻസ് നോക്കുന്നു, ആറ്റംസ് ഇൻ പേജ് നമ്പർ 31. യെസ്, ഞാൻ ആറ്റംസിലേക്ക് പോകുന്നു. സോ നിങ്ങൾക്ക് പ്ലസ് 1 പ്ലസ് 2 ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. യെസ്, ഞാൻ ആറ്റംസ് ചൂസ് ചെയ്തു. സോ ഇവിടെ നോക്കുക, ആറ്റംസിൽ ഇപ്പം എനിക്കറിയാം റുദർഫോർഡിന്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതേപോലെ സ്പെക്ട്രൽ സീരീസ് വരെയാണ് എനിക്ക് പഠിക്കേണ്ടത്. സോ ഞാൻ അവിടെ നോക്കിയപ്പോൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൽഫ പാർട്ടിക്കൽ സ്കാറ്ററിംഗ്, മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കൽസ് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു, ഇമ്പാക്ട് പാരാമീറ്റർ 0 വരുന്ന കണ്ടീഷന്റെ കാര്യം, സ്കാറ്ററിംഗ് ആംഗിൾ 180 പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചതിന് ശേഷം നേരെ ബോർ മോഡലിലേക്ക് പോകുന്നു. സോ ബോർ മോഡൽ എക്സാക്ട്ലി നമുക്ക് ഏതാണ് ഏറ്റവും പ്രധാനം എന്ന് നമുക്കറിയാം. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ളതും റേഡിയസ് വെലോസിറ്റി റിലേഷൻസ് ആണ്. സോ റേഡിയസ് വെലോസിറ്റി റിലേഷൻസ് ഞാൻ നോക്കുന്നു, ഇക്വേഷൻസ് കാണുന്നു, കറസ്പോണ്ടലി അതനുസരിച്ച് എനിക്ക് അത് മേക്ക് ചെയ്യാനും അതനുസരിച്ചുള്ള ചോദ്യങ്ങൾ ഫോക്കസ് ചെയ്യാനും പറ്റുന്നു. അതിനുശേഷം നമ്മുടെ ട്രാൻസിഷൻ ആണ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് തൊട്ട് n = 1, 2, 3 എന്ന ട്രാൻസിഷൻസിലേക്കുള്ള കാര്യങ്ങളും അതിൻ്റെ വാല്യൂസും ഞാൻ നോക്കുന്നു. സ്പെക്ട്രത്തിനെ കുറിച്ച് പറയുന്നു, എനർജി ഇക്വേഷൻസും, അതേപോലെ ലാംഡ മാക്സ് ലാംഡ മിനിമം സ്പെക്ട്രൽ സീരീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ അപ് ടു ഇൻഫിനിറ്റി കൊടുക്കുന്നതും അടുത്തടുത്ത ആൾക്കാരെ കൊടുക്കുന്ന വാല്യൂസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതിൽ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കുന്നു. അതിനുശേഷം എമിഷൻ സ്പെക്ട്രന്റെ ഇക്വേഷൻസ് നോക്കുന്നു. സിമിലർലി നമ്മുടെ സ്പെക്ട്രൽ ലൈൻസിന്റെ കാര്യങ്ങളും ഒരു ക്വസ്റ്റ്യനും അവിടെ കൊടുത്തിട്ടുണ്ട്, അതും വർക്കൗട്ട് ചെയ്യുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സാമിനോട് അടുക്കുമ്പോൾ നമുക്ക് ഫുള്ളി ഇരുന്ന് മൊത്തം നോക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്താണ് ശരിക്കും നമ്മൾ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് വരുന്നതും അതിലേക്കാണ് നമ്മൾ ശരിക്കും ഇത് എന്ത് ചെയ്യുന്നത്, അലൈൻ ചെയ്യുന്നതും. അങ്ങനെയാണ് മൈൻഡ് മാപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡുവൽ നേച്ചർ നോക്കിയാലും ഗ്രാഫുകൾ ഉൾപ്പെടെ ഇക്വേഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കൺസെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ശരിക്കും ഇവിടെ. അങ്ങനെ 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 നമുക്ക് പഠിക്കാം. ഇനിയിപ്പം കെമിസ്ട്രിയിൽ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം ഓർഗാനിക്കിലേക്ക് പോകണമെന്ന് വിചാരിക്കാം. സോ കെമിസ്ട്രിയിലെ കണ്ടന്റ് സെയിം ബുക്കിൽ തന്നെയാണ് ശരിക്കും പ്ലസ് 2 കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ഉള്ളത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം ഫിനോൾ എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുകയാണ്. ആൽക്കഹോൾസ്, ഫിനോൾസ്, ഈതേഴ്സ്, എസ്റ്റേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഫിനോൾസിലേക്ക് വരുമ്പോൾ ഫിനോളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റിയാക്ഷൻസ്, അതിൻ്റെ കാര്യങ്ങളും ഒക്കെ എനിക്കിവിടെ ശരിക്കും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എസ്റ്റേഴ്സിലേക്ക് വരുന്നു, എസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട റിയാക്ഷൻസ്, റിയേജൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സിമിലർലി കീറ്റോൺസ്. അപ്പോൾ ഇങ്ങനെ ഓർഗാനിക്കിൻ്റെ റിവിഷനും ഞാൻ പഠിച്ചതിൻ്റെ ബേസിൽ എനിക്ക് ഓർഗാനിക് റിവിഷൻസ് പോസിബിൾ ആക്കാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങളുടെ ഓർഗാനിക് മൈൻഡ് മാപ്സ് ആയിക്കോട്ടെ, ഫിസിക്കൽ കെമിസ്ട്രി ആയിക്കോട്ടെ, അതേപോലെ ഇൻഓർഗാനിക് കെമിസ്ട്രി ആയിക്കോട്ടെ, എല്ലാം പ്രോപ്പറായിട്ട് അസൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ബയോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ടെക്സ്റ്റ് റീഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് റീഡിങ്ങിനോട് കൂടെ തന്നെ ആ ബയോളജിയിൽ ഏതൊക്കെ പോർഷൻസ് ആണ് പ്രധാനമായി വേണ്ടത്, അതിൻ്റെ പോയിന്റുകൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളെല്ലാം ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മൈൻഡ് മാപ്സിൽ പ്രോപ്പറായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻറ്റ് വേരിയേഷൻ എന്ന ചാപ്റ്റർ അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്, ജെനറ്റിക്സ് ആണ്. സോ ജെനറ്റിക്സിലെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. അത് വെച്ച് നമുക്ക് ഇപ്പോൾ അലീൽസിൻ്റെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. ആ കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലിങ്കേജ് റീകോമ്പിനേഷനിങ് ഇങ്ങനെ നമ്മൾ ഓരോ ഇതിലേക്ക് പോവുകയാണ്. സോ ഇങ്ങനെ സ്യൂട്ടബിൾ ആയിട്ട് റിവിഷൻ പ്ലാൻ ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ കോംപ്രഹെൻസീവ് ആയിട്ടും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ടൈം മാനേജ്മെന്റ് ഇഷ്യൂസ് നമുക്ക് കുറെ കൂടെ സോൾവ് ചെയ്യാൻ സാധിക്കും. അത് തന്നെയാണ് ശരിക്കും മൈൻഡ് മാപ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും. സോ ഈ മൈൻഡ് മാപ്സ് ആക്ച്വലി സൈലത്തിന്റെ സ്റ്റോർസിൽ ഇതുവരെയും കളക്ട് ചെയ്യാത്തവരാണെങ്കിൽ മൈൻഡ് മാപ്സ് ബുക്കിന്റെ ഫോർമാറ്റിൽ ക്ലാസ് 12th and 11th ഫോർമാറ്റിൽ സൈലം സ്റ്റോർസിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ആപ്പിൽ തന്നെ സൈലം സ്റ്റോർ വെർഷൻ അവൈലബിൾ ആണ്. അവിടുന്ന് ഇൻ സ്റ്റോക്കിലുള്ള ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ റിവിഷൻസ് അടിപൊളിയാക്കുക, അതുപോലെ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈൻഡ് മാപ്പ്. സോ താങ്ക് യു സോ മച്ച്. സീ യു സൂൺ.